ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റീനെ കുറിച്ച്. ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം ലോകപ്രശസ്തനായിരുന്നു. അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശ്രേഷ്ഠനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ 4 വയസ്സുവരെ അദ്ദേഹം സംസാരിക്കുകയില്ലായിരുന്നു. 7 വയസ്സുവരെ അദ്ദേഹം എഴുതുകയില്ലായിരുന്നു. മാനസികമായി വളർച്ച പ്രാപിക്കാത്തൊരു കുട്ടിയെന്നാണ് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ലോകപ്രശസ്തനായി. അതേ പ്രിയ സഹോദരങ്ങളെ, ചില പരാജയങ്ങൾ ചില കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരാം. ചില പോരായ്മകൾ വരാം, ചില കുറവുകൾ വരാം. നാം ഉദ്ദേശിച്ചതുപോലെ നാം നേടിയെടുക്കാൻ നമുക്ക് കഴിയാത്ത ചില സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ എന്നും ദുഃഖത്തിൻ്റെ കാലമല്ല, എന്നും നിരാശയുടെ കാലമല്ല, എന്നും പരാജയത്തിൻ്റെ കാലമല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളിലേക്ക് നോക്കി എന്നും പരാജയമായിരിക്കും നിങ്ങൾ വിധി എഴുതരുത്. നിങ്ങൾ പരാജയങ്ങളിലേക്ക് നോക്കി പ്രഖ്യാപിക്കണം, പരാജയമേ, എന്നും നിനക്ക് എൻ്റെ മേൽ വിജയം വരിക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ തോൽപ്പിക്കും, ഞാനും ഒരിക്കൽ വിജയിക്കും. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകണം. കർത്താവിന് സ്തോത്രം. ശുഭപ്രതീക്ഷയുള്ളവരാകണം. ലോകത്തിലെ അനേകം ഉന്നതന്മാരും മഹാന്മാരും അവരുടെ ജീവിതത്തിൽ വന്ന ആ ഫെയിലിയേഴ്സ് അവര് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് ആക്കി തീർത്തു. ഇവിടെ പത്രോസ് പരാജിതനായി. എവിടെ? മീൻപിടുത്തത്തിൽ. നന്നായി മീൻ പിടിക്കാൻ അറിയാവുന്ന പത്രോസ് ചെറുപ്പകാലം മുതൽ കടലും കായലും വള്ളവും വഞ്ചിയും എല്ലാമായി കഴിഞ്ഞ ആ മുക്കുവ കുടുംബത്തിലെ അംഗം. കുഞ്ഞു പ്രായം മുതൽ, അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. തെറ്റില്ലാത്ത ചിന്തകൾ, കുഴപ്പമില്ലല്ലോ. കുഞ്ഞുപ്രായം മുതൽ അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ മീൻപിടുത്തം. കർത്താവിന് സ്തോത്രം. പക്ഷേ ആ ഗലീല കടലിലെ ഓളങ്ങളിലും തിരമാലകളിലും അവിടെ എവിടെ മീൻ കിട്ടുമെന്ന് എല്ലാം പത്രോസിന് അറിയാം. പക്ഷേ തലേ രാത്രി ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയെല്ലാം സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കൂ, എല്ലാം നന്മയ്ക്ക്. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? എല്ലാം നന്മയ്ക്ക്. ചില പരാജയങ്ങളും നന്മയ്ക്ക്, ചില തോൽവികളും നന്മയ്ക്ക്, ചില ക്ഷാമങ്ങൾ നന്മയ്ക്ക്, ചില ഞെരുക്കങ്ങൾ നന്മയ്ക്ക്. എല്ലാം നന്മയ്ക്കെന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഇല്ലെങ്കിൽ നിരാശയായിരിക്കും. പത്രോസ് ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ യേശു വരുന്നു. അതുവരെയും അനേകർ കയറിയ പടകിൽ യേശു കയറുന്നു. പക്ഷെ ഒരു പ്രത്യേകത, അനേകരോട് സംസാരിച്ചിട്ടുണ്ട്, അനേകർ പത്രോസിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും സംസാരിക്കാത്തതുപോലെ സ്നേഹമസൃണമായ സ്വരം, ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരു സ്വരം പത്രോസ് കേൾക്കുന്നു. ജനത്തോട് സംസാരിച്ചിട്ട് പോകുമെന്നാണ് പത്രോസ് ചിന്തിച്ചതെങ്കിലും ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പത്രോസിന് നേരെ സംസാരിക്കുന്നു. പത്രോസിന്റെ പോരായ്മകളിലേക്ക്, അതാ പരാജയങ്ങളിലേക്ക് നോക്കി സംസാരിക്കുന്നു. അതിന് പരിഹാരവും കൊടുക്കുന്നു. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകളോ പരാജയങ്ങളോ ഉണ്ടെങ്കിലും യേശുവിന്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. കർത്താവ് പറഞ്ഞു, നീ മീൻപിടുത്തതിനെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. കർത്താവിന് സ്തോത്രം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും എന്ന് ശീമോനോട് പറഞ്ഞു. ശീമോൻ തൻ്റെ ഉള്ള അവസ്ഥ പറഞ്ഞു. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എങ്കിലും, ഇതാണ് അവസ്ഥയെങ്കിലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. ഓ, അതൊരു ഭാഗ്യമാണ്. ഇതുവരെയുള്ള ജീവിതം പരാജയമാണെങ്കിലും യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി എന്ന് പറയട്ടെ. മോനെ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ വിജയം കണ്ടില്ലേ? മകളെ, ഇതുവരെയുള്ള നിന്റെ ജീവിതം പരാജയമായിരുന്നോ? ഇതുവരെയുള്ള നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷിക്കാനുള്ള ഒരു പ്രത്യേക അനുഭവമൊന്നും നിനക്ക് പറയാനില്ലായിരിക്കാം. അങ്ങനെ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു ജീവിത അനുഭവത്തിലാണോ മകനെ, മകളെ നീ കഴിയുന്നത്? എന്നാൽ പ്രത്യാശയുടെ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ. എന്നും പരാജയമല്ല, എന്നും തോൽവിയല്ല, എന്നും നിരാശയുടെ കാലങ്ങളല്ല. നാം ദൈവവചന അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ, ജീവിതത്തിൽ പുതിയ സ്റ്റെപ്പുകൾ എടുത്താൽ, വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ചാൽ
അത് നിവർത്തിച്ചു തരാൻ ശക്തനാണ് ആ ദൈവം, വിശ്വസ്തനാണ് ദൈവം. മനുഷ്യര് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് ചതിക്കുന്നത് പോലെയോ നടക്കാതിരിക്കുന്ന പോലെയല്ല. യേശു നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അത് നാം അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരാൻ യേശു ശ്രദ്ധാലുവാണ്. ശിമോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. ശിമോൻ പറഞ്ഞു, ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാമെന്ന്. വാക്കിന് വലയിറക്കുക, വചനം അനുസരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വചനം അനുസരിക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായി അനുസരിക്കണം. ചിലർ വചനമേ അനുസരിക്കുന്നില്ല, വചനം എന്താണ് ചിന്തിക്കുന്നില്ല, തങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു. ചിലരുടെ ബുദ്ധിയുടെ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്നു. ചിലര് സ്വന്തം ജീവിതത്തിൽ അവരുടെ അനുഭവം, അവരുടെ ബുദ്ധി, അവർക്ക് ഇതുവരെ ഉള്ളതായ ചില എക്സ്പീരിയൻസ് അനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ വിജയത്തിന്റെ ഒരു സ്റ്റെപ്പ്. വചനമനുസരിക്കുക. നിങ്ങൾ അമ്പേ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ തിരുവചനം ഒന്ന് വായിക്കൂ. ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ വായിക്കൂ. ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒന്ന് അനുസരിച്ച് നോക്കൂ. ഏതെങ്കിലും നല്ല ദൈവദാസന്മാർ ആത്മാവിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കൂ. എന്നിട്ട് അതൊന്ന് അനുസരിച്ച് നോക്കൂ. വ്യക്തിപരമായി ഏതെങ്കിലും ദൈവദാസന്മാർ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവിക ദൂതുകൾ നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കൂ. തീർച്ചയായും എൻ്റെ അനുഭവത്തോട് ചേർത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, വചനം അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ ജീവിതം ശോഭാപൂർണമായി തീരും. 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം, അതുവരെയുള്ള എൻ്റെ ജീവിതം നിരാശയിലായിരുന്നു. അപകർഷാബോധത്തിന് ഞാൻ അടിമയായിരുന്നു. ജീവിതത്തിൽ വിജയങ്ങളൊന്നും നേടാൻ കഴിയാതെ ഹൃദയത്തിൽ നിറയെ ദുഃഖവും സങ്കടവുമായി കഴിഞ്ഞ ഒരു യൗവനക്കാരനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തു എൻ്റെ അരികിൽ വന്ന് തൻ്റെ വചനം എൻ്റെ മേൽ നിക്ഷേപിച്ചു. ഭാഗ്യവശാൽ ആ വചനത്തിന് മുമ്പിൽ തന്നെ താഴ്ത്താൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ജീവിതം ധന്യമായി, എൻ്റെ ജീവിതം സന്തോഷമുള്ളതായി. അപകർഷബോധങ്ങളെല്ലാം മാറി. 4 മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഭയമായിരുന്നു, വിറയലായിരുന്നു. എന്നാൽ 4 അല്ല, 4000 അല്ല, 40,000 അല്ല, 4 ലക്ഷമല്ല, 4 കോടി ജനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽപ്പാനും എനിക്ക് ഒരു ചഞ്ചലിപ്പുമില്ല. ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം കഴിവല്ല, എനിക്കറിയാം. എൻ്റെ കർത്താവ് തന്ന കൃപയാണ്. വചനം അനുസരിച്ചപ്പോൾ കർത്താവ് തന്നതാണത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ജീവിതത്തിൽ അനുസരിച്ചപ്പോൾ കിട്ടിയ നന്മകളെ എൻ്റെ ജീവിതത്തിൽ പറയാനുള്ളൂ പ്രിയരെ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ സ്വന്തമായി നേടിയതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എൻ്റെ കർത്താവ് തന്ന ദാനം, അതിന് മുഖാന്തരമായത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കർത്താവ് ഈ എളിയവനായി എനിക്ക് ഭാഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രിയ മകളെ ഭാര്യയായി എനിക്ക് കർത്താവ് തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തന്നു. എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ സഹോദരൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ, ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇപ്പോൾ ഞാനവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. 3 ആൺമക്കൾ. മൂത്തവൻ വിവാഹം കഴിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് അയച്ചു തന്നു. ആ മക്കൾക്ക് ഒരു കൊച്ചുമോനെ കർത്താവ് തന്നു. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും ഗ്രാൻഡ് പേരൻസാണ്. കർത്താവ് കൃപയാൽ എല്ലാം തന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ തന്നു. 87 വയസ്സുള്ള എൻ്റെ പിതാവും 85 വയസ്സുള്ള എൻ്റെ മാതാവും പൂർണ്ണ സന്തോഷത്തോടെയും ഐക്യത്തോടെയും വളരെ സ്നേഹത്തോടെയും കുടുംബത്തിൽ കഴിയുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്. ഞങ്ങൾ ഇന്ന് 4 തലമുറകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എല്ലാത്തിനും കാരണം ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ഇടയതാണ് ഞങ്ങളുടെ എല്ലാ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും കാരണം. നിങ്ങളൊന്ന് വചനം അനുസരിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത കിട്ടും. നിങ്ങൾ ഈ വചനം അനുസരിച്ച് നോക്കൂ, ഭാര്യയും ഭർത്താവ് ഒന്നായിത്തീരും. ഇന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹമോചനം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? വിവാഹം ഉറപ്പിച്ചു വെച്ചു, അടുത്ത ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണ്. ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദമ്പതികൾ പിരിഞ്ഞത് എനിക്ക് നേരിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അകറ്റുന്നവനല്ല, അടുപ്പിക്കുന്നവനാണ്, ചേർക്കുന്നവനാണ്. യേശുവിൻ്റെ വചനം, ഈ വചനം നിങ്ങളൊന്ന് അനുസരിക്കൂ. ഈ വചനം അനുസരിക്കാനാണ് ഏറ്റവും പിശാച് എതിർക്കുന്നത്. വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവുകയില്ല. സിനിമ കാണാൻ കൂട്ടമായി പോകും, നാടകം കാണാൻ കൂട്ടമായി പോകും,
നാട്ടിൽ എന്തെങ്കിലും മേളങ്ങളോ നാട്ടിൽ ഏതെങ്കിലും സന്തോഷ ഉത്സവങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും വീടടിച്ചു പോകും. പക്ഷെ വചനം കേൾക്കാൻ പറഞ്ഞ ആരും വരികയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വചനത്തോടുള്ള ഒരു പൈശാചിന്റെ പോരാട്ടമാണ്. ഈ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി അവര് ടൂർണമെന്റുകൾ കാണും. പക്ഷേ ഒരു ദിവസം ഒന്ന് വചന ശുശ്രൂഷ കേൾക്കാൻ വരാൻ പറഞ്ഞ 100 തിരക്കുകളാണ്. അയ്യോ, എന്തുമാത്രം തിരക്കാണ് അവർക്ക്. കാരണം എന്താണെന്നറിയാമോ? ഈ വചനം കേട്ടാൽ അവർ രക്ഷപ്പെടും. അതുകൊണ്ട് വചനം അവരെ കേൾപ്പിക്കാതിരിക്കാനുള്ള പൈശാചികന്റെ തന്ത്രമാണത്. ചില വചനത്തെ എതിർക്കും, ചില സഭകൾ എതിർക്കും, ചില സഭാ നേതാക്കൾ എതിർക്കും, ചില ആളുകൾ എതിർക്കും, ചില മതത്തിലുള്ളവർ എതിർക്കും. എല്ലാറ്റിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്ന ഈ വചനം ജനം കേൾക്കരുതെന്നുള്ള ആ പൈശാചിക ലോകത്തിന്റെ പൈശാചിക സേനയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. പ്രിയരെ, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങൂ. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ നിങ്ങളുടെ ജീവിതം ധന്യമാകും. പത്രോസ് ഇറങ്ങി, നാഥ, ഇതുവരെ ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവത്തിന്റെ വചനം കേട്ട് ഇറങ്ങിയ പത്രോസിന് എന്ത് സംഭവിച്ചു? പത്രോസിന്റെ വലയിൽ എന്ത് സംഭവിച്ചു? പത്രോസിന്റെ പടകിന് എന്ത് സംഭവിച്ചു? പത്രോസിന്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് എന്ത് തീരുമാനിക്കുന്നു? മറ്റൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും, ആത്മീയ ജീവിതം എന്തെന്നോ ആത്മീയ ലോകം എന്തെന്നോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഒറ്റ കാര്യം, നാഥ, ഞാൻ ഇന്ന് മുതൽ അങ്ങയുടെ വചനം അനുസരിക്കും. വേദവ്യവസ്ഥ പ്രകാരം ഞാൻ ജീവിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരം ഞാൻ ജീവിക്കും. എൻ്റെ കർത്താവെ, അങ്ങയുടെ തിരുവചനം അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം ഞാൻ എന്നെ തന്നെ താഴ്ത്തി അവിടുത്തെ പാതയിലൂടെ ഞാൻ നടക്കും. അതായിരിക്കട്ടെ നിങ്ങളുടെ സമർപ്പണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കർത്താവ് എല്ലാവരെയും അതിലേക്ക് വഴി നടത്തട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ എന്നും അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന യേശു കേൾക്കും. അപ്പോൾ 2 ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന യേശു കേൾക്കും. 2, യേശു പ്രാർത്ഥന കേൾക്കുന്നവനാണ് നിങ്ങൾക്ക് ഉറപ്പും വിശ്വാസവും കിട്ടും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഒരു സ്വത്തായി നിങ്ങൾക്ക് മുറുകെ പിടിപ്പാൻ ഇടയാകും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. എല്ലാവരെയും കർത്താവ് നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.